കഴിഞ്ഞ സർക്കാർ ഓണക്കിറ്റ് നൽകിയപ്പോൾ അതിൽ അവർ ഏർപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, കശുവണ്ടി ഓണക്കിറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു എന്നതാണ്. അത് വേറെ ഒന്നും കൊണ്ടുമായിരുന്നില്ല, കശുവണ്ടി മേഖലയ്ക്ക് വലിയൊരു ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് LDF സർക്കാർ ഓണക്കിറ്റിൽ കശുവണ്ടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ VD സതീശൻ സർക്കാരിന്റെ ആദ്യ ഓണക്കിറ്റിൽ നിന്ന് അവർ കശുവണ്ടിയെ മാറ്റുന്നു എന്നതാണ്. അത് കശുവണ്ടി മേഖലയ്ക്ക് നൽകുന്നത് വലിയ തിരിച്ചടിയാണ്. കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ 5 വർഷം LDF സർക്കാർ ഓണക്കിറ്റിനായി 970 ടൺ കശുവണ്ടി പരിപ്പാണ് വാങ്ങിയത്. ഏകദേശം 100 കോടി രൂപയാണ് ചിലവഴിച്ചത്. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ഓണക്കിറ്റിൽ നിന്ന് കാഷ്യൂ കോർപ്പറേഷൻ കാപെക്സ് കശുവണ്ടി പുറത്തായത് തൊഴിലാളി വിരുദ്ധ സർക്കാരിന്റെ നയം വ്യക്തമാക്കുന്നതുകൂടിയായി. ഇക്കുറി ഓണക്കിറ്റിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന കടലയുടെ തൂക്കം കൂട്ടി. പക്ഷേ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ കശുവണ്ടി പരിപ്പിനെ അരിഞ്ഞു വീഴ്ത്തി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഓണക്കിറ്റിലെ 50 ഗ്രാം കശുവണ്ടി വലുപ്പത്തിൽ ഇത് ചെറുതായിരുന്നെങ്കിലും അതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കശുവണ്ടി പരിപ്പ് വാങ്ങി ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയത് കശുവണ്ടി തൊഴിലാളികൾക്കും പൊതുമേഖലാ കശുവണ്ടി സ്ഥാപനങ്ങൾക്കും ഒരു കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏകദേശം 970 ടൺ കശുവണ്ടി പരിപ്പ് ഓണക്കിറ്റിൽ നിറച്ചു. 2021-ലും 2022-ലും 90 ലക്ഷം വീതം കിറ്റുകളിൽ കശുവണ്ടി പരിപ്പ് ഉൾപ്പെടുത്തി ഇടതുപക്ഷ സർക്കാർ സംരക്ഷണം ഒരുക്കിയപ്പോൾ കശുവണ്ടി തൊഴിലാളികൾക്ക് VD സതീശൻ സർക്കാരിന്റെ വക ചെകിടത്തടി. ഒരു 1-1.5 വർഷക്കാലം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത് അടച്ചുപൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പം ഈ ഒരു 10 കൊല്ലത്തോളമായിട്ട് ഇത് നല്ല രീതിയിൽ ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടിത് കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ ഇത് കൊണ്ടുവന്നതാണ്. ഓണ സമയത്തൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ കശുവണ്ടി പരിപ്പ് ഞങ്ങൾ ഓണക്കിറ്റുകളിലൊക്കെ നിറച്ച് ഞങ്ങൾക്ക് പായസത്തിനകത്തൊക്കെ നിറച്ച് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നുകൊണ്ടിരുന്ന ഒരു ഇതാണ്. ഇപ്പം ഈ തവണ പായസക്കിറ്റ് അതിനകത്ത് പരിപ്പ് ഒഴിവാക്കിയിരിക്കുകയാണ്. UDF സർക്കാർ ഞങ്ങളെ പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കശുവണ്ടി ഫാക്ടറിയിലെ നട്ടല് വളച്ച് മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിൽ കൈകൾ കൊണ്ട് ഓരോ തോട്ടണ്ടി തല്ലിയും പരിപ്പ് വേർതിരിച്ചും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഇക്കുറി 58 തൊഴിൽ ദിനം മാത്രം. ESI ഉൾപ്പെടെ ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന ആശങ്ക ബാക്കി. ഒരു സംസ്ഥാന സർക്കാരിന് തൊഴിലാളികളോട്, പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളികളോട്, പരമ്പരാഗത തൊഴിലാളികളോട് എത്രമാത്രം ആത്മാർത്ഥത പുലർത്തി എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇക്കുറി ഈ ഓണക്കിറ്റിൽ കശുവണ്ടി പരിപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനം. കോടികളുടെ കണക്കല്ല, തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്നു എന്നാണ് തൊഴിലാളികളും പരിശോധിക്കുന്നത്. കൊല്ലത്തുനിന്ന് രാജ്കുമാർ.